ഹലോ, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലിൻ ചോക്ലേറ്റ് ആണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. ഇപ്പം ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് മറ്റുള്ള ചോക്ലേറ്റിനൊന്നും വലിയ താല്പര്യമേ. റേറ്റ് അല്പം കൂടുതലാണെങ്കിലും ഞാനിത് തീരുന്തോറും റീസ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഈ ബോക്സ് വാങ്ങുന്നത് ആദ്യമായിട്ടാണെങ്കിലും മിൽക്ക് ചോക്ലേറ്റ് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. ഈ 4 ഫ്ലേവറാണ് ഞാൻ കഴിക്കാത്തതും. 4 അല്ല 3. ഓൾറെഡി ആ റെഡ് വരുന്നത് മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ്, ഞാൻ കഴിച്ചതാണ്. ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പുറത്ത് കുറച്ച് ഹാർഡായിട്ടാണെങ്കിലും അകത്തുള്ള ചോക്ലേറ്റ് നല്ല മെൽറ്റായിട്ടാണ് ഉണ്ടാവുക. ആദ്യം എന്നോട് ചെറുതായിട്ടൊന്ന് ഞെങ്ങിപ്പോയി. അപ്പോൾ ഇത് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലെങ്കിൽ കൂടെ ഇതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് പണ്ടൊക്കെ മിൽക്കി ബാർ കഴിക്കുന്ന ആ ഒരു ഓർമ്മയാണ് വരുന്നത്. പക്ഷേ കുറച്ചുകൂടെ നല്ല പ്രീമിയം ക്വാളിറ്റി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആണ്. അതിൻ്റെ അകത്തും ചോക്ലേറ്റ് നല്ല മെൽറ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് വീണ്ടും മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കൂടെ അതിൻ്റെ അകത്ത് ഹേസിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് നോർമലി കഴിക്കുന്നതിൻ്റെ കൂടെ ചെറിയൊരു ക്രഞ്ചിനെസ് വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല ഹേസിൽനെറ്റും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിലൊക്കെ എൻ്റെ ഫേവറേറ്റ് മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ചധികം വിശേഷങ്ങളായിട്ട് വഴിയെ വീഡിയോസിൽ വരാം. സപ്പോർട്ട് ചെയ്യണേ. ബൈ.